ഇത് നമുക്ക് ഇവിടുത്തെ ഈ സൈഡിലത്തെ കവർ ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബോവൻ കേസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ എടുക്കാം. സൂചി കംപ്ലീറ്റ് മേലോട്ട് ഇരിക്കുക. ബോവൻ കേസ് ഈ പോട്ടോൾ മെഷീൻ എപ്പോഴും ഈ ബോവൻ കേസിന് ഈ വെട്ട് കൂടുതലുണ്ട്. ഈ മറ്റേ സാധാ മെഷീൻ ഇവിടെ വരുള്ളൂ. അപ്പോൾ മാറിപ്പോല് എപ്പോഴും. പിന്നെ ഇതിനകത്താണ് നൂലോ പൊടിയൊക്കെ കയറിയാലും കയറുകയുള്ളൂ. അത് നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്ത് സിമ്പിളാണ്. ഈ രണ്ട് ലോക്ക് ഉണ്ട്. ഈ രണ്ട് ജസ്റ്റ് ഇങ്ങോട്ട് ലോക്ക് ഊരി കഴിഞ്ഞാൽ ഇത് ഊരിപ്പോരും. ഇതുപോലെ പൊടിയൊക്കെ കയറി ജാം ആവുമോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് ജസ്റ്റ് ഇതിനകത്ത് പൊടിയൊക്കെ ഉണ്ട്, അത് ക്ലീൻ ചെയ്യാം. എന്നിട്ട് എപ്പോഴും സൂചി മേളിലോട്ട് നിൽക്കുമ്പം വേണം ഇത് ഊരുകയും എടുക്കുകയും ചെയ്യേണ്ടത്. ഈ സാധനം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ വെച്ചാൽ മതി. ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വെക്കുക. ഇങ്ങനെ ഇരിക്കും, കറക്റ്റായിട്ടിരിക്കണം. എന്നിട്ട് ഈ മുട്ടിൻ്റെ ഇതുണ്ട്, ഇവിടുത്തെ ഈ മുട്ടുണ്ട്, ഈ ലോക്ക്, ഇത് ഈ പൊസിഷനിൽ കറക്റ്റ് താഴോട്ടായിട്ട് നിർത്തിയാൽ മതി. കേട്ടോ, ഇങ്ങനെ അകത്തോട്ട് കയറുക. ഇത് ലോക്ക് ഇടണം. വെച്ചാൽ പോലെ ഇങ്ങനെ വലിച്ചിടണം കേട്ടോ. അതേപോലെ തന്നെ ബോവനെ നൂല് വിട്ടിട്ടാണ് കാണിക്കാൻ പോകുന്നത്. ഇതുണ്ട്, ഈ ഒരു ഇതിലോട്ട് ഇങ്ങനെ ഇടുക. ഇതിലേ ഇടുക. ഇതിലെല്ലാം മാർക്കിംഗ് ഉണ്ട്. നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇതിലെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടില്ല ആരോ. ഇത് ഇതിൻ്റെ അകത്തോടെ കയറി ഇത് ഇങ്ങനെ കറങ്ങി വേണം. ഇതുണ്ട്, ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ ഇതുണ്ടോ ഈ പൊസിഷൻ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇതിലോട്ട് ഇങ്ങനെ ഇടുന്നു. രണ്ടു തവണ ചുറ്റുന്നു, അങ്ങോട്ട് പുഷ് ചെയ്യുന്നു, തള്ളിയാൽ മതി. അപ്പം ഇവിടെ മാത്രമേ ചുറ്റുള്ളൂ. ഈ ബോവൻ ഇത് കണ്ടോ. ഇതിപ്പോൾ നമ്മൾ ബോവൻ നൂല് ചുറ്റാൻ നേരത്ത് ഈ ഒരു പൊസിഷൻ മാത്രമേ വർക്കിംഗ് ഉള്ളൂ. ഇവിടെ ഒന്നും വർക്കിംഗ് ആവുന്നില്ല. അത് ബോവൻ ഇങ്ങോട്ട് പ്രസ് ചെയ്താൽ മാത്രം മതി. ഇട്ടാൽ മാത്രമേ ഉള്ളൂ. ഇത് കണ്ടോ ഇവിടെ കൂടെ വർക്കാവുള്ളൂ. അതാണ് ബോവൻ കേസിൽ ഇടുന്ന വലുവെന്ന് പറയുന്നത്. ഇത് കണ്ടോ ഓവർ ടൈറ്റും വരല്ലോ ഓവർ ലൂസ്. ഇത് വലിച്ചു വയ്ക്കുന്ന ഉണ്ടോ, ഈ ഒരു പിടുത്തം വേണം. ഓവർ ടൈറ്റും വരല്ലോ ഓവർ ലൂസും വരും. അതേപോലെ തന്നെ ഈ നൂലിൻ്റെ കുറേ പൊടികളുണ്ട്. ഈ പൊടി ഇതിനകത്താണ് ഫില്ലാകുന്നത്. ഫില്ലാകുമ്പോൾ കുറേ ഈ പ്ലേറ്റ് ഇങ്ങോട്ട് അകലുമ്പോഴാണ് നമ്മൾ തയ്ക്കുമ്പോൾ മേളിൽ വരുന്ന സ്റ്റിച്ച് മുറുകാതെ വരുന്നത്. ഇങ്ങനെ തയ്ക്കുമ്പോൾ മേളിൽ വരുന്ന സ്റ്റിച്ച് മുറുകാതെ വരുന്ന ഇതിൻ്റെ കംപ്ലൈൻറ്റാണ്. അപ്പോൾ ചെയ്യേണ്ട കാര്യം സ്ക്രൂ ടൈറ്റ് ആക്കുകയാണെങ്കിൽ ടൈറ്റ് ആക്കുന്നതിന് വേണ്ടി ജസ്റ്റ് നാങ്ങുകൊണ്ട് ഇങ്ങനെ അകത്തിട്ട് പൊടിയൊക്കെ ഉണ്ടോ ഊതി കളഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ ടൈറ്റ് ആക്കുക കേട്ടോ. ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇടുക. ഈ മേളത്തെ വെട്ട് കണ്ടത് ഇവിടെ ഇതിനകത്ത് സാധാരണ മെഷീനൊക്കെ ഇടത്തില്ല. അതുപോലെ തന്നെ ഇവിടെ ഇത് കണ്ടോ, ഇതേ വന്ന് ലോക്കാണ്. ഇങ്ങനെ ഒരു ലോക്ക്. ഇത് വലിച്ചു കഴിയുമ്പോൾ ഇത് ഊരിപ്പോരും. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ലോക്കാണ്. എന്നിട്ട് ഇതൊന്ന് അടുത്ത് മാർക്ക് ചെയ്ത് ഇങ്ങനെ വരണം. താഴെ കൂടെ വന്ന് നേരെ അടിയിലോട്ട് വന്ന് ഇങ്ങനെ കറങ്ങി വരണം മേളിലോട്ട്. ഇതിങ്ങനെ പൊങ്ങി നിൽക്കും. ഇതുണ്ടോ, ഇത് കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ പൊങ്ങി വരും. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ കയറി ഇങ്ങനെ വരും. ഇത് പ്രഷർ എപ്പോഴും നമ്മൾ ഈ നൂലിടാൻ നേരത്തെ ഈ പ്രഷർ ലിഫ്റ്റർ എന്ന് പറഞ്ഞ സാധനം പൊക്കി നിർത്തണം. താത്തിട്ടല്ലേ. താത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ നൂലിൻ്റെ പൊടിയും കാര്യങ്ങൾ ഇവിടെ ഒരു 2 പ്ലേറ്റ് ഉണ്ട്. അതിനകത്ത് ഇങ്ങനെ ഫില്ലാവും. അതിങ്ങനെ വലിക്കുമല്ലേ, അപ്പോൾ പൊടിയല്ല അതിനകത്ത് അടിയും. അതേപോലെ തന്നെ ഇത് ഇങ്ങനെ പൊക്കി വെക്കുമ്പോൾ ഇത് ഫ്രീ ആയിട്ടാണ് പോരുള്ളൂ. അപ്പോൾ ആ പ്ലേറ്റിന് ഗ്യാപ്പ് വരും. അത് നമ്മൾ ഈ നൂല് എടുക്കുമ്പോഴും അതെ ഇടുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യാവുള്ളൂ കേട്ടോ. സ്ട്രെയിറ്റ് ആണ് കുറക്കണ്ട കേട്ടോ. ഇത് നമ്മൾ ഇതിൻ്റെ അടിയിൽ കൂടെ ഇടുക. പ്ലെയിൻ്റെ ഇങ്ങനെ കറക്കി അടിയിൽ നിന്ന് നൂലെടുക്കുന്നത് തന്നെയാണ് നല്ലത് എപ്പോഴും. നമ്മൾ അതേസമയം ഇത് വെച്ചിട്ട് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ചെറിയ ഉടക്കാനൊക്കെ സാധ്യതയുണ്ട്. അതേപോലെ ഈ കൈയുടെ റൗണ്ടൊക്കെ ഇതിനകത്തോട്ട് വെച്ച് റൊട്ടേറ്റ് ചെയ്തെടുക്കാതെ അത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസായി. പിന്നെ എക്സ്റ്റൻഷൻ വരുന്ന നൂലൊക്കെ വേണമെങ്കിൽ നമുക്കിവിടെ കട്ട് ചെയ്യാം. ചെറിയൊരു ബ്ലേഡ് പോലെയുണ്ട്. ഇല്ല 1 സെക്കൻഡ്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ഇത് പ്രഷർ ഇതാക്കുക. ഇതാണെങ്കിൽ ഇതിന് നേരെ ഏതിടുന്നോ അതാണ് അതിൻ്റെ ഡിസൈൻ. ഇതിപ്പോൾ സാധാ സ്റ്റിച്ചിങ് 3 വലുപ്പം, സിക്സാഗിൻ്റെ 3 വലുപ്പം, കുറച്ച് ഡിസൈൻസ് ഒക്കെ വരും. പിന്നെ ഇത് റിവേഴ്സാണ്. ഇതാണ് ആ ടെൻഷൻ എന്ന് പറയുന്നത്. ഇതറിയാതെ ആരെങ്കിലും പിള്ളേർ 0 ഇട്ട് കഴിഞ്ഞാൽ അടിയിലത്തെ കാണി മുറുകത്തിൽ ഇങ്ങനെ കെട്ട് പിടിച്ചുകൊണ്ടിരിക്കും. ഇതൊരു 3 അല്ല 4 വേണം ഇടാൻ. ഇത് റിവേഴ്സ് കെട്ടിടാം. സ്റ്റിച്ച് ചേർക്കണം.
ഇതുപോലെ 6 ആയി ഇടാം. സൂചി മേളിലോട്ട് ഇരിക്കണം, തുണിയെ കൊണ്ട് നിൽക്കട്ട്. ഇതുണ്ട് 6 ആയി. 6 ആയ ഏത് ഡിസൈൻ വേണമെങ്കിലും വീഴും. ചെറുതാ, വീതി കൂടിയതാ, കുറഞ്ഞതാ. പിന്നെ സ്കാലപ്പ് ഇതാ. കാല് കൊടുക്കുന്നതനുസരിച്ച് വർക്കാവും. വേറെ കാര്യമൊന്നുമില്ല. റിവേഴ്സ് വേണം, റിവേഴ്സ് പോകും. പൊടിക്കൂടെ ടൈറ്റ് ആകണം. മാലെല്ലാം ചേർന്ന് ഡബിൾ കളർ ഇട്ടാൽ ശരിക്കും അറിയാൻ പറ്റും. പിന്നെ ഈ സാരിയുടെ സൈഡൊക്കെ ഉരുട്ടി ചെയ്യുന്ന ഞാൻ പറഞ്ഞുതരാം. ഈ ഫ്രഷർ ഫുഡല്ലേ, ഇതാണ് മാറേണ്ടത്. ഇപ്പം നമുക്ക് സാധാരണ വീട്ടിലെ യൂസല്ലേ ഉള്ളൂ. ഇതും കൂടെ തള്ളിയാൽ മതി കേട്ടോ. ബാക്കിൽ നിന്നും ഇത് വലിക്കുകയും കൂടെ വേണേ. ഇവിടെ നിന്ന് തള്ളുകയും വലിക്കുകയും കൂടെ വേണം. ഇതാണ് ഈ ഫുഡ് ഊരുന്നത്. ഇത് ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അങ്ങോട്ടിട്ട് ബാക്കിലോട്ട് തള്ളിയാൽ മതി, പുഷ് ചെയ്താൽ മതി. ഇത് സാരിൻ്റെ സൈഡൊക്കെ ഉരുട്ടി ചെയ്യുന്ന പരിപാടി. സിക്സാഗ് വേണം, സിക്സാഗ് ഇടുക. ഇത് നമ്മൾ ഇച്ചിരി എഡ്ജ് കിട്ടാൻ വേണ്ടി ഇങ്ങോട്ട് ഇറക്കി വെക്കാം. ഇച്ചിരി ബാക്കിൽ നിന്ന് വേണം കിട്ടുള്ളൂ. ഇവിടെ നിന്ന് അതുകൊണ്ട് പിടിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിനെ സൈഡിൽ കൂടെ ഗൈഡ് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ പോവുക, ഇതിൻ്റെ അകത്തൂടെ കയറും. ഗൈഡ് ചെയ്ത് കൊണ്ട് കയറുക. ഇങ്ങനെ ഗൈഡ് ചെയ്ത് പിടിച്ചാൽ കറക്റ്റായിട്ട് ഇറങ്ങിപ്പോയാൽ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ. ഈ ബേസ് മോഡലാണ്. ഇങ്ങനെ സൈഡ് ഉരുട്ടി ചെയ്യും. നമുക്ക് സാധാ സ്റ്റിച്ചിങ് മതിയല്ലോ. സൈഡ് അടിക്കണം, അല്ല പൊതു കെട്ടും അതൊക്കെ മുറുകണ്ടായിട്ട് ആക്കണം നോക്കിയുള്ളൂ. നമുക്ക് അത്യാവശ്യം ലോഡൊക്കെ കയറും. കുട്ടിയൊക്കെ അടിച്ച് കയറി പോകും. വൺ ഇയർ വാറണ്ടി ഉണ്ട്. എന്തെങ്കിലും കൊണ്ടുവന്നാൽ മതി കേട്ടോ.